എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനത്തിനായിട്ടുള്ള തേർഡ് അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഡേറ്റ് നീട്ടി. തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് വിദ്യാർത്ഥികൾ പുതുതായിട്ട് കോളേജുകൾ കോഴ്സുകൾ ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തുകയും അതിനുശേഷം കൺഫർമേഷൻ ചെയ്യുകയും നിർബന്ധമാണ്. അതായത് കൺഫർമേഷൻ മാത്രം ചെയ്താൽ പോരാ, പുതുതായിട്ട് ഓപ്ഷൻ നൽകുകയും ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഓപ്ഷൻ നൽകാത്ത വിദ്യാർത്ഥികളെ അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നത് ആയിരിക്കില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരമാണ് ഈ ഒരു ഓഗസ്റ്റ് 30 വരെ നിലവിൽ നീട്ടിയിട്ടുള്ളത്. അപ്പോൾ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് ആ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതുമായിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദ ഓപ്ഷൻ രജിസ്ട്രേഷൻ പീരീഡ് ഫോർ third phase engineering pharmacy allotment has been extended. The facility will reopen after first phase MBBS BDS അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വിജ്ഞാപനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിജ്ഞാപനം പ്രകാരം പറഞ്ഞിട്ടുള്ളത്, അതായത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ, അതായത് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് പുതുതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം ഈ ഒരു ഓഗസ്റ്റ് 30 വരെ നീട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു വിജ്ഞാപന പ്രകാരം ഇതിൽ നൽകിയിട്ടുണ്ട്. ഇത് അതായത് എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിലേക്കുള്ള 3-ാം ഘട്ട ഓപ്ഷൻ രജിസ്ട്രേഷൻ സമർപ്പിക്കുന്നതിനുള്ള തീയതി ഈ ഒരു 30/8/2024 വൈകുന്നേരം 6 മണി വരെയായിട്ട് ദീർഘിപ്പിച്ചിരിക്കുന്നതെന്നാണ്. വിശദവിവരങ്ങൾക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 30 വൈകുന്നേരം 6 മണി വരെയാണ് ഈ ഒരു ഡേറ്റ് നീട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. സെക്കൻഡ് ഫേസ് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ആർക്കിടെക്ചർ കോഴ്സ് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഈ ഒരു, അതായത് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു പേജിൽ, അതായത് ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇവിടെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് PDF നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആയിട്ട് വരുന്നതും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാവുന്നതും ആണ്. ഇത് താൽക്കാലിക അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു താൽക്കാലിക അലോട്ട്മെൻറ്റ് ജസ്റ്റ് നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നാളെ, അതായത് ഈ ഒരു ഓഗസ്റ്റ് 29 ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ce.kerala. അതായത് ഈ ഒരു CA നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അതായത് ഈ ഒരു പ്രവേശന പരീക്ഷാ കമ്മീഷണറെ നിങ്ങൾക്ക് ഈ ഒരു വിവരം അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ പരാതി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് വിജ്ഞാപനത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു വിജ്ഞാപനം നോക്കാം. അപ്പോൾ ഈ ഒരു വിജ്ഞാപന പ്രകാരം പറഞ്ഞിട്ടുള്ളത് 2024 ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള 2-ാം ഘട്ട കേന്ദ്രീകൃത അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഈ ഒരു ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത് താൽക്കാലിക അലോട്ട്മെൻറ്റ് ലിസ്റ്റ് കാണാവുന്നതാണ്. 1-ാം ഘട്ട അലോട്ട്മെൻറ്റിനെ തുടർന്ന് ആർക്കിടെക്ചർ കോഴ്സുകളിലേക്ക് അതുപോലെ തന്നെ കോളേജുകൾ പുനഃക്രമീകരിക്കുന്നതിനും ആവശ്യമില്ലാതെ ഒഴിവാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കിയവരുടെ ഓപ്ഷനുകൾ പരിഗണിച്ചാണ് താൽക്കാലിക അലോട്ട്മെൻറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. താൽക്കാലിക അലോട്ട്മെൻറ്റ് ലിസ്റ്റ് സംബന്ധിച്ചുള്ള നിങ്ങളുടെ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ cek.info.ce@kerala.gov.in എന്ന ഇമെയിൽ മുഖാന്തരം BRK പ്രൊവിഷണൽ ലിസ്റ്റ് എന്ന വിഷയം പരാമർശിച്ചുകൊണ്ട്, അതായത് ഇമെയിൽ അയക്കുന്ന സമയത്ത് ആ ഒരു സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് BRK പ്രൊവിഷണൽ ലിസ്റ്റ് എന്ന് പ്രത്യേകം രേഖപ്പെടുത്തണം. അതിനുശേഷം വിഷയം പരാമർശിച്ചുകൊണ്ട് 29/8/2024 പകൽ 12 മണിക്കുള്ളിൽ നിങ്ങളുടെ പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു, അതായത് പരീക്ഷാ കമ്മീഷണറെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് പുതുതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള, അതായത് എല്ലാ വിദ്യാർത്ഥികളും പുതുതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം കൺഫേം ചെയ്യണം. കാരണം നിങ്ങൾ മുൻപ് നൽകിയ എല്ലാ ഓപ്ഷനും ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ നൽകാനുള്ള അവസരം ഈ ഒരു ഓഗസ്റ്റ് 30 വരെ ആണ് നീട്ടിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതായത് 30 വൈകുന്നേരം 6 മണി വരെയാണ് ഈ ഒരു അവസരമുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.